നൽകുന്ന മികച്ച നടനുള്ള പുരസ്കാരമാണ്. ആ മികച്ച നടൻ ആരാണെന്ന് അറിയണ്ടേ? ഇനി ആ മികച്ച നടൻ ആരെന്നറിയാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല, സത്യൻ മാഷ്. ചിത്രം ലാസിഫർ. ഒരിടത്തൊരിടത്ത് ചുണ്ടൻ വെള്ളം പോലെ മീശയുള്ള ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് മകനെപ്പോലെ ഒരു ഖഴകൻ ഉണ്ടായിരുന്നു. ഒരു വലിയ സൈന്യം ഉണ്ടായിരുന്നു. ചുറ്റിനും ഒരു മലാഹക്കൂട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവ് കാഞ്ഞുപോയി. എമ്മൻ നമ്പ്യായിരുന്ന വൻമരം വീണു. ഇനി ആര്? ഹിന്ദുക്കൾക്ക് അവൻ മഹിരാവണൻ, മുസ്ലിങ്ങൾക്കിടയിൽ അവനെ ഇബിലിസ് എന്ന് വിളിക്കും, ക്രിസ്ത്യാനികൾക്കിടയിൽ അവനൊറ്റ പേരേ ഉള്ളൂ, ലാസിഫർ. ஆண்டவங்கள் தீப்படிக்க வாலி போல வால் எடுக்க வீர சூர வேட்டையாட போறா அடங்காத கால போல மீச முறுக்கி வாரா கடவுளை போல கம்பவன் இவன் பேராசையை கொள்ளும் சிவனாய் இவன் എന്നോട് പരിചയമുള്ള പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാക്കിന് എന്നെ കടി കിട്ടി, നാശം കിട്ടുന്നില്ല. സംഭവം എന്തൊരു ഡേറ്റി ബിസിനസ് ആണ്, അതെനിക്കറിയാം. വീണ് കിടക്കാതെ എനിക്ക് പോടാ ചേർക്കാൻ. എന്റെ പിള്ളേരെ തൊട്ട് കളിക്കുന്നടാ, അയ്യോ ജസ്റ്റ് മിസ്. മനസ്സത്തിനടുത്ത് കാലത്തില്ല. ഉപദേശമൊക്കെ കൊള്ളാം വർമ്മ സാറേ, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. നിന്റെ തന്തയല്ല എൻ്റെ തന്ത. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം ആ മഹാനടനെ, ശ്രീമാൻ സത്യൻ മാഷ്. സാറിതിൽ മാസായിട്ടാണ്